കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം നിങ്ങൾക്കറിയാം, കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശി കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഈ കഥകളുടെ ഈ പരിപാടിയിലൂടെ കടന്നു വരുന്നു. അനേകം കഥകൾ ഇതിനകം ശ്രോതാക്കൾ കേട്ട് കഴിഞ്ഞു. ഇനിയും ഒരു കഥ കൂടി കേൾക്കാൻ തയ്യാറായിക്കോ. ഇന്നത്തെ കഥ ഇവിടെ ആരംഭിക്കുന്നു. ഇതൊരു ഫിലിപ്പൈൻസിൽ നിന്നുള്ള നാടോടി കഥയാണ്. അപ്പോൾ കഥയായാൽ ഒരു നായകൻ കാണും. ഈ കഥയിലും ഉണ്ടൊരു നായകൻ, ഒരു കൊച്ചു നായകൻ. അദ്ദേഹത്തിൻ്റെ പേരാണ് ജുവാൻ. പൊതുവേ കുട്ടികൾക്കൊക്കെ സ്വല്പം മടിയും അലസതയൊക്കെ കാണും. ജുവാൻ അല്പം കൂടുതലാണ്. അപ്പോൾ ജുവാൻ അലസനും മടിയനുമായ ഒരു ആൺകുട്ടിയായിരുന്നു. അവൻ ദിവസം മുഴുവനും ഉറക്കം തന്നെ. അവൻ്റെ കാര്യത്തിൽ അമ്മ വളരെ ദുഃഖിതയായിരുന്നു. എല്ലാ മാതാപിതാക്കളും അങ്ങനെയാണല്ലോ. കുട്ടികൾ അവർ പ്രതീക്ഷിക്കുന്ന കണക്ക് വന്നില്ലെങ്കിൽ അതവരെ വളരെ ആശങ്കയിലും ദുഃഖത്തിലുമൊക്കെ ആഴ്ത്തും. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ജുവാൻ്റെയും അമ്മ. ഒരു ദിവസം അമ്മ ജുവാനോട് ചന്തയിൽ പോയി ജീവനുള്ള 5 ഞണ്ടും ഉപ്പും വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. പോകുന്നതിന് മുമ്പ് ഒരു ശാസനയും കൊടുത്തു. എന്താണത്? വഴിയിൽ കളിക്കാനൊന്നും പോകരുത്, വേഗം മടങ്ങി വരണം. അവർ അങ്ങനെ ഒരു താക്കീത് നൽകി. ഓ ശരി, ജുവാൻ അതെല്ലാം തലയാട്ടി കേട്ടു. അമ്മ പൈസ നീട്ടി. ജുവാൻ അത് വാങ്ങി പയ്യെ ചന്തയിലോട്ട് നടന്നു. ചന്തയിൽ ചെന്നു. നല്ല തിക്കും തിരക്കുമൊക്കെ ഉണ്ട്. ആ തിക്കും തിരക്കിലൂടെ നടന്ന് തനിക്ക് ആവശ്യമുള്ള ഞണ്ടും ഉപ്പും വാങ്ങി. എന്നിട്ട് അവൻ തിരികെ വീട്ടിലേക്ക് നടന്നു. അപ്പോഴതാ അവിടെ തൻ്റെ കൂട്ടുകാർ കളിക്കുന്നു. വഴിയിൽ കളിച്ചുകൊണ്ടിരുന്ന അവൻ്റെ കൂട്ടുകാർ സ്വാഭാവികമായിട്ടും അവനെ കളിക്കാൻ വിളിച്ചു. ആദ്യം ജുവാൻ മടിച്ചു നിന്നെങ്കിലും പിന്നീട് അവരോടൊപ്പം കളിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അതിനു മുമ്പ് ഞണ്ടുകളെ അമ്മയ്ക്ക് കറി വെക്കാൻ കൊണ്ടു കൊടുക്കണമല്ലോ. അതിന് ജുവാൻ ഒരു ഉപായം കണ്ടുപിടിച്ചു. അവൻ ഞണ്ടുകളെ സഞ്ചിയിൽ നിന്നും കെട്ടഴിച്ച് പുറത്താക്കി. എന്നിട്ട് ഞണ്ടുകളോടായി പറഞ്ഞു, എൻ്റെ അമ്മ നിങ്ങളെ കാത്തിരിക്കുന്നു, വീട്ടിലേക്ക് പൊയ്ക്കോളൂ. ഈ റോഡിലൂടെ നേരെ മുന്നോട്ട് നടന്ന് പുളിമരത്തിൻ്റെ ഇടതുവശത്തു കൂടി പോകണം. അവിടെ അടുക്കള വാതിൽ തുറന്നു കിടപ്പുണ്ടാകും. അവിടെ അമ്മയും ഉണ്ടാകും. അപ്പോൾ പൊയ്ക്കോളൂ. അവൻ ഉപ്പിൻ്റെ സഞ്ചി സമീപത്തുള്ള ഒരു ചെറിയ കുളത്തിൽ വെള്ളം തീരെ കുറവുള്ള ഭാഗത്ത് സുരക്ഷിതമായി വെച്ച ശേഷം കൂട്ടുകാരോടൊപ്പം കളിക്കാൻ ആരംഭിച്ചു. കളിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ എല്ലാം മറന്നു. സ്വയം മറന്നു എന്ന് വേണമെങ്കിൽ പറയാം. സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവൻ കളി തുടർന്നു. അപ്പോഴാണ് അവന് വീട്ടിൽ പോകുന്ന കാര്യം ഓർമ്മ വന്നത്. അവൻ വേഗം ഉപ്പ് സഞ്ചി എടുക്കാൻ നോക്കി. പക്ഷേ സഞ്ചിയിൽ ഒന്നുമില്ലായിരുന്നു. കുളത്തിലെ വെള്ളത്തിൽ വെച്ചിരുന്നതിനാൽ ഉപ്പ് മുഴുവനും അലിഞ്ഞും പോയി. ജുവാൻ വീട്ടിലേക്ക് നടന്നു. അമ്മ അവനെയും കാത്ത് പുളിമര ചുവട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. ജുവാനെ കണ്ടതും അമ്മ ദേഷ്യത്തോടെ ചോദിച്ചു, ഇത്രയും സമയം എവിടെ ആയിരുന്നു? ഉപ്പ് ആരോ മോഷ്ടിച്ച്, അവൻ പറഞ്ഞു. അപ്പോൾ ഞണ്ടുകൾ എവിടെ? അമ്മ ചോദിച്ചു. ഞണ്ടുകൾ ഇങ്ങ് എത്തിയില്ലേ? വീട്ടിലേക്കുള്ള വഴി ഞാൻ പറഞ്ഞു കൊടുത്തതാണല്ലോ. അവ നല്ല ബുദ്ധിയുള്ളവയാണെന്നാണ് എനിക്ക് തോന്നിയത്. ജീവനുള്ളവയായിരുന്നു. അപ്പോൾ പിന്നെ നടക്കാനും കഴിയും. ജുവാൻ തൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തി. അമ്മ ഒരക്ഷരം പോലും മിണ്ടാതെ ദേഷ്യത്തോടെ അടുക്കളയിൽ കയറി വാതിലടച്ചു. താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ജുവാൻ ഓർത്തു നിന്നു. എന്തായാലും ഇതിൽ നിന്നൊരു പാഠം നമുക്ക് പഠിക്കാം. എന്താണ്?
അലസതയും ബുദ്ധിശൂന്യതയും നിറഞ്ഞ പ്രവൃത്തി എപ്പോഴും പ്രയാസമുണ്ടാക്കും. അതാണ് കഥ. ഒരു തമാശ കഥയാണ് അല്ലേ, രസമുള്ള കഥയാണ്. ഇന്നത്തെ മാതാപിതാക്കളാണെങ്കിൽ അല്ലേ നല്ല ആടി വെച്ച് നടക്കും അല്ലേ, ചുട്ട അടി കൊടുക്കും. ഈ അമ്മ ഒന്നും പറയുന്നില്ല, ദേഷ്യത്തോടെ അടുക്കളയിൽ കയറി വാതിലടയ്ക്കുകയാണ്. അത് ഞണ്ടിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് ചിലത് ഓർമ്മ വന്നത്. ഞണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ അല്ലേ ഒട്ടേറെ പ്രശ്നത്തിലൂടെയൊക്കെ കടന്നുപോയ ഒരു സമരമൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തീരദേശത്ത്. കടൽ ഖനനം വരുന്നു അല്ലേ, അതിനുള്ള തീരുമാനം സർക്കാർ എടുത്തപ്പോൾ അവരാകെ വിഷമത്തിലായി. പഴയ കാലം കണക്കല്ല, ഇപ്പോൾ മത്സ്യസമ്പത്തൊക്കെ കുറഞ്ഞു വരികയാണ്. എന്നാൽ ആധുനിക സൗകര്യങ്ങളൊക്കെ വെച്ച് കൂടുതൽ പിടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ മത്സ്യത്തൊഴിലാളികളെക്കുറിച്ച് പറയുമ്പോൾ തീരദേശത്ത് തിങ്ങിപ്പാർക്കുന്ന മത്സ്യത്തൊഴിലാളികൾ രാജ്യത്തിന് വലിയ തോതിൽ വിദേശ നാണയം നേടിത്തരുന്നവരും. അതിനൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത, എത്ര പേർ ശ്രദ്ധിക്കുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷേ പൊതുസമൂഹത്തിന് ഏറ്റവും പോഷകമൂല്യമുള്ള ഭക്ഷണം തീരെ കുറഞ്ഞ ചിലവിൽ നൽകുന്ന അല്ലെങ്കിൽ പ്രദാനം ചെയ്യുന്ന ഒരു വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ അല്ലേ. നല്ല മത്സ്യം എന്ന് പറഞ്ഞാൽ നല്ല പ്രോട്ടീനൊക്കെ ഉള്ള അല്ലേ, നല്ല ഗുണമുള്ളതാണ്. ഇത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, നല്ല ഗുണമാണ്. സമുദ്ര അതിർത്തികളിൽ ജോലി ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾ രാജ്യസുരക്ഷയ്ക്ക് വലിയ സംഭാവന നൽകുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. അത് പലപ്പോഴും ഭരണാധികാരികൾ തന്നെ പലപ്പോഴും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അവരിത് കണക്ക് സംശയാസ്പദമായി വല്ലതും കാണുകയാണെങ്കിൽ ചില നീക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ അറിയിക്കുകയൊക്കെ ചെയ്യും അല്ലേ. അങ്ങനെയൊക്കെയുള്ള വളരെ സഹായകരമായ കാര്യങ്ങൾ അങ്ങനെയും മത്സ്യത്തൊഴിലാളികളെ കൊണ്ട് ഗുണമുണ്ട്. മറൈൻ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി MPEDIയുടെ കണക്കനുസരിച്ച്, ഞാൻ ഈ പറയുന്നത് 2022-23 വർഷത്തിലെ കണക്കാണ് കേട്ടോ, 24 വർഷത്തെ കണക്ക് എനിക്ക് ലഭ്യമല്ല, എൻ്റെ കയ്യിലില്ല. ഞാനിതൊരു പത്രത്തിൽ നിന്ന് എടുത്തതാണ്. 17,35,286 മെട്രിക് ടൺ മത്സ്യം കയറ്റുമതി ചെയ്തതിലൂടെ രാജ്യത്തിന് 63,969.14 കോടി രൂപയുടെ വിദേശ നാണ്യം ലഭിച്ചിട്ടുണ്ട്. അതിൽ കേരളത്തിൻ്റെ പങ്ക് നിർണായകമാണ്. പലപ്പോഴും മത്സ്യത്തൊഴിലാളികളെ മോശമായിട്ടൊക്കെ കാണുകയും അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തപ്പെടുകയും ഒക്കെ അവർ പാർശ്വവൽക്കരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ സമൂഹത്തിലുണ്ട്. ഇപ്പോഴും അത് ഏറെക്കുറെയൊക്കെ ഉണ്ട്. മാർക്കറ്റിൽ ചെന്നാൽ പോലും അവർക്ക് വേണ്ടത്ര അല്ലേ വിൽപ്പന നടത്താൻ, മത്സ്യവിഭവങ്ങൾ വിൽപ്പന നടത്താൻ വേണ്ടത്ര സൗകര്യങ്ങൾ ലഭിക്കാറില്ല അല്ലെ. അവരൊരു വൃത്തിഹീനമായ സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും പലപ്പോഴും പല മാർക്കറ്റുകളിൽ അവർക്ക് നൽകപ്പെടുന്നത്. അപ്പോൾ നല്ല സാഹചര്യങ്ങൾ നൽകി അവരെ അല്ലേ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ സർക്കാരൊക്കെ ചെയ്തു കൊടുക്കേണ്ടതാണ്. പലപ്പോഴും അതൊന്നും ഉണ്ടാവാറില്ല. എന്തായാലും മത്സ്യം ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ അല്ലേ വണ്ടികൾ വഴിയൊക്കെ എത്താറുണ്ട്. അതുകൊണ്ട് ഏറെ ഗുണകരമാണ്, ഏറെ സൗകര്യപ്രദമാണ്. എങ്കിൽ കൂടി നമുക്ക് കുറച്ചും കൂടെയൊക്കെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു സൗകര്യങ്ങൾ, ഞാൻ ഈ വിദേശത്ത് ഒക്കെ കണ്ടിട്ടുണ്ട്, മാർക്കറ്റ് വിപണനം ചെയ്യുന്ന മാർക്കറ്റിൽ മത്സ്യങ്ങൾ വളരെ നല്ല രീതിയിലൊക്കെയാണ് അവിടെ മത്സ്യ മാർക്കറ്റ് തന്നെ. അപ്പോൾ അത്തരം സൗകര്യങ്ങളൊക്കെ നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ വേണം. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് അല്ലേ, അവർ പലപ്പോഴായിട്ട് പല വികസനം എന്ന പേരിൽ പല വെല്ലുവിളികളും നേരിടുന്ന ഒരു ഭാഗമാണ്. ഇപ്പോൾ ഒരു തുറമുഖം വരുമ്പോഴും അല്ലെങ്കിൽ തീരദേശത്തോടനുബന്ധിച്ചുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അവരെ ഏറെ ബാധിക്കാറുണ്ട്. ഈ മത്സ്യം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം മണൽ ഖനനം എന്ന് പറയുന്നു, അത് എത്രമാത്രം അവരെ ഉപജീവന മാർഗത്തെ ബാധിക്കുമെന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പല വ്യത്യസ്തമായ റിപ്പോർട്ടുകളും അത് ബാധിക്കുമെന്നുള്ള തരത്തിൽ പല റിപ്പോർട്ടുകളും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. വളരെ ആശങ്കയിലാണ് ആ സമൂഹം. അതുമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മത്സ്യസമ്പത്ത് അല്ലേ, പണ്ട് കിട്ടിയിരുന്ന പല മത്സ്യങ്ങളും ഇപ്പോൾ ലഭ്യമല്ല. അതൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം മത്സ്യസമ്പത്ത് കുറയ്ക്കുന്നുണ്ട്. പല മത്സ്യങ്ങളും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ കടലിൽ ചൂട് വർദ്ധിക്കുന്നതുകൊണ്ട്, ഉപരിതലത്തിലും മറ്റുമൊക്കെ ചൂട് വർദ്ധിക്കുന്നതുകൊണ്ട് പലപ്പോഴും പല മത്സ്യങ്ങളും താഴോട്ട് പോവുകയും അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലോട്ട് തണുത്ത പ്രദേശത്തോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട്, ചൂട് കുറവുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് പലപ്പോഴും അല്ലേ മത്സ്യസമ്പത്ത് ലഭിക്കാതെ വരുന്നുണ്ട്. എന്തായാലും
വലിയൊരു വിഭാഗം ആൾക്കാരുടെ ഉപജീവന മാർഗമാണ്. പലപ്പോഴും വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമൂഹമാണ്. കാലാവസ്ഥ അല്ലേ പ്രതികൂലമായിട്ട് വരുമ്പോൾ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ, ഇത് കണക്കിന് വികസനം എന്ന പേരിൽ അങ്ങനെ ഉണ്ടാകുന്ന വെല്ലുവിളികൾ. എന്തായാലും ഇതൊക്കെ വളരെ ആശങ്കയോടെയാണ് അല്ലേ നോക്കിക്കാണുന്നത്. ഈ അവസരത്തിൽ അതും കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയത്. അതുകൊണ്ടാണ് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയത്. എന്തായാലും ഈ അവസരത്തിൽ ഇങ്ങനൊരു ആശങ്ക കൂടി പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നി. മണ്ണ് ഖനനം ചെയ്യുക എന്ന് പറയുമ്പോൾ ആ മണ്ണിനോടൊപ്പം അവിടെയാണ് മത്സ്യങ്ങൾക്ക് പ്രജനനം ചെയ്യാനുള്ളൊരു ആവാസ വ്യവസ്ഥ, അല്ലെങ്കിൽ അതിൻ്റെ ആഹാരം അവിടെയാണ്. ചെളിയുണ്ട്, അത് കഴിക്കുന്ന പായൽ പോലുള്ള വിഭവങ്ങൾ അവിടെ ഉണ്ട്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ആ ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ കോട്ടം തട്ടിക്കും അല്ലേ. നമ്മളങ്ങനെ ഒരു ഭാഗത്ത് മണലെടുക്കുമെന്ന് പറയുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ അതിലൂടെ നഷ്ടപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഇത് മത്സ്യത്തൊഴിലാളികളെ ബാധിക്കും. അപ്പോൾ കടൽ മണലിന് എടുക്കുമെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ച കണക്ക് 1-2 മീറ്റർ കനത്തിൽ കടൽ പായലും ചളിയും ജൈവാവശിഷ്ടങ്ങളുമുള്ള മേൽമണ്ണുണ്ട്. അപ്പോൾ ഈ മണ്ണ് സ്വാഭാവികമായിട്ടും ഖനനം ചെയ്യുമ്പോൾ ഈ മണ്ണ് നഷ്ടപ്പെടും. അപ്പോൾ ഈ അവശിഷ്ടങ്ങളെല്ലാം മാറ്റി മേൽഭാഗത്തു നിന്ന് 1 കിലോ മണ്ണെടുക്കുമ്പോൾ 4 കിലോഗ്രാം മേൽമണ്ണാണ് നഷ്ടപ്പെടുന്നത്. ഈ പ്രവൃത്തിയിലൂടെ മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു ആവാസ വ്യവസ്ഥയുണ്ട്, അതും നഷ്ടമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഇങ്ങനെ എടുക്കുമ്പോൾ മണ്ണ് ഖനനം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ വീണ്ടും മത്സ്യം കുറയാൻ, അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ പ്രജനനത്തിനുള്ള ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും മത്സ്യങ്ങൾ കുറയും അല്ലേ. അങ്ങനൊരു ചിന്തയ്ക്കുള്ള ഒരു വകയുണ്ട്. അതാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത്. ഇപ്പോൾ തന്നെ ആഗോള താപനത്തെ തുടർന്ന് വലിയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യസമ്പത്ത് കുറവാണ്. ഞാൻ ഈ വിഷയത്തിൻ്റെ കൂടുതൽ മേഖലയിലോട്ടൊന്നും കടക്കുന്നില്ല, ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, ഒരു ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതന്നേ ഉള്ളൂ. വലിയ വിഷയമാണിത്, വളരെ ആഴത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിൽ ധാരാളം കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന ചില കാര്യങ്ങൾ പറഞ്ഞതന്നേ ഉള്ളൂ. എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. ബോണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.